ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കാഴ്ചയും രുചിയും. ഞാൻ അനുശ്രീ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വരുന്ന റൈസ് വെച്ചുകൊണ്ട് ഒരു എഗ് റൈസാണ്. അപ്പോൾ ഈ എഗ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ എഗ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് നമുക്ക് റൈസ് ചേർക്കാം ഇനി. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ റൈസാണ്. ഒരു 1.5 കപ്പ് റൈസ് ചേർത്തിട്ടുണ്ട്. നമുക്ക് റൈസും മുട്ടയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മുടെ റൈസും എഗ്ഗും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തുകൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗീ റൈസോ അതോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് വേവിച്ചതിന് ശേഷം ഇതുപോലെ എഗ്ഗിൽ ഈ റൈസിന് പകരം നമുക്ക് ആ റൈസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഈ എഗ് റൈസ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏതാണോ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യുന്നത് അതെടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, അപ്പോൾ ഒരു ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാനൊരു മുഴുവൻ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാം. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. അല്ലാതെ ഗോൾഡൻ ആവണ്ട. ഇപ്പോൾ ഈ ഒരു പച്ച ഇതൊന്ന് ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അല്ലെങ്കിൽ ആ പച്ച മണം നമുക്കൊന്ന് മാറിക്കിട്ടിയാൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അധികം എരിവൊന്നും ഇല്ലാത്ത നല്ലൊരു റൈസായിരിക്കും ഇത്. ഞാൻ പറഞ്ഞു, ഇത് ഗീ റൈസിന്റെ റൈസോ അല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസോ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ശരിക്കും ഹോട്ടലിലൊക്കെ കഴിക്കുന്ന ആ ഒരു എഗ് ഫ്രൈഡ് റൈസിന്റെ അതേ ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ശരിക്കും സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ചോറ് ബാക്കി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കാറുണ്ട് അല്ലേ. അപ്പം കുട്ടികൾക്കൊക്കെ 4 മണി നേരത്തോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ എഗ് റൈസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ബാക്കി വരുന്ന റൈസ് ഈ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗും റൈസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ചേർത്ത് വെക്കാം. ബാക്കിയുള്ള റൈസ് കൂടി ചേർത്ത് വെക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം മുട്ട ആയതുകൊണ്ടാണ്. നമ്മുടെ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഇത് ഇളക്കാം. ഇത് റൈസ് എഗ്ഗിൽ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ആ എഗ്ഗിന്റെ ഫ്ലേവർ എല്ലായിടത്തും കിട്ടുകയും ചെയ്യും. ഒരു നമ്മൾ എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റും ആയിരിക്കും. റൈസ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമുക്കിനി ഫ്ലെയിം കുറച്ച് ഒരു കൂട്ടാം, ഒരു മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം
നന്നായിട്ട് റൈസ് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിടും. ചോറൊന്നും ഒട്ടിപ്പിടിക്കാതെ എഗ് റൈസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് എപ്പോഴും ചോറ് കഴിച്ചിട്ട് ഒരു എന്താ പറയുക വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടും പരീക്ഷ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.